ഒറ്റ വാക്കി പറഞ്ഞാൽ പടം കൊള്ളാം, കണ്ടുകൊണ്ടിരിക്കാം. വലിയ മാരക പടമൊന്നും പറയാനില്ല. പിന്നെ ജെയിംസ് ഗണ്ണ് ഈ DC റീബൂട്ട് ചെയ്ത് പുതിയ സൂപ്പർമാനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. പുതിയ സൂപ്പർമാൻ നമ്മളെ മനസ്സിലൊക്കെ ഇവന് ഹെൻറി അല്ലായിരുന്നു നമ്മൾ സൂപ്പർമാൻ. ഇവിടെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ വലുതായിട്ടൊന്നും പറയല്ല. ഒരു ഗോഡ് ലൈക്ക് നമ്മളെ മനസ്സിലൊക്കെ ഒരു ഗോഡ് ലൈക്ക് പവറുള്ള ആളാണ് സൂപ്പർമാൻ. പക്ഷെ ഇതിൽ വന്നപ്പം ഒരു ഡിഫറെൻറ്റ് സൂപ്പർമാനാണ് നമ്മൾ കാണിച്ചു തന്നിരിക്കുന്നത്. വേറെ ഒന്നും പറയല്ല, കാണാൻ കൊള്ളാം, കണ്ടോണ്ടിരിക്കുക. മറ്റേതിനേക്കാളും ബെറ്റർ എന്ന് പറയാൻ പറ്റില്ല, ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിരിക്കും. എനിക്ക് മാൻ ഓഫ് സ്റ്റീൽ തന്നെയാണ് ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് തോന്നുന്നത്. പക്ഷേ ഇത് മോശം പടമൊന്നുമല്ല, ഇത് വേറെ രീതിയിൽ എടുത്തിരിക്കുന്നതേ ഉള്ളൂ. 3D കാണാനായിട്ടുള്ള ഒരു പടമായിട്ട് തോന്നുന്നില്ല. 2D ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആവും തോന്നുന്നു. ഒരു പടം നൈസാണ്. അതായത് നമുക്ക് ആസ് എ സൂപ്പർമാൻ ഫാൻ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ്. പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞു സൂപ്പർമാനെ പാവമായിട്ട് പോർട്രേറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷെ അങ്ങനെയല്ല. അതായത് സൂപ്പർമാൻ ആസ് എ ഹ്യൂമൻ ആണ് ഇതിൽ പോർട്രേറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കി പടം സിനിമയിൽ കണ്ടതുപോലെ വീക്ക്നെസ് ഇല്ലാത്ത ഒരാളായിട്ടല്ല. ഒരു ഹ്യൂമൻ ആകുമ്പോൾ വീക്ക്നെസ്സസ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട് എന്നെല്ലാം ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. പല ഡയലോഗ്സും അതിനെ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പം ആസ് എ ഹ്യൂജ് ഫാൻ ഓഫ് സൂപ്പർമാൻ എനിക്കിത് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ്. പിന്നെ ലെക്സ് ലൂത്തറായിട്ട് വന്നൊരു വില്ലൻ ക്യാരക്ടറുണ്ട്, പുള്ളി നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഈഗോയിസ്റ്റിക് ക്യാരക്ടറാണ്. അപ്പോൾ എന്തായാലും നന്നായിട്ട് സിനിമ എടുത്തു വെച്ചിട്ടുണ്ട്. DC യുടെ കംബാക്ക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം എന്താ പറയുക, വേണമെങ്കിൽ പറയാം DC യുടെ ഒരു കംബാക്ക് ആയിരിക്കും. അതെന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ തലമുറയ്ക്ക് കാണാൻ വേണ്ടിയിട്ട് കാരണം സൂപ്പർമാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പം വീണ്ടും റീഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. അത് ജെയിംസ് ഗണ്ണിന്റെ വേർഷനിൽ റീഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അയ്യോ ഉണ്ട്. പിന്നെ അല്ലാണ്ട് പഴയ സൂപ്പർമാൻ ഫിലിമിന്റെ ആ ഒരു ഇതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ പുള്ളി ഒരു ഹ്യൂമൻ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്, അല്ലാതെ ഇമോഷൻസ് കണക്ട് ആവുന്ന രീതിയിൽ നല്ല രീതിയിൽ കണക്ട് ആവുന്നുണ്ട്. നല്ലൊരു പടം. 3D വിഷ്വലി സ്റ്റണ്ണിങ് ആയിട്ടുള്ള കുറെ സീനുകളുണ്ട്. നല്ല രസമുണ്ട്, കുറെ ചിരിക്കാനുണ്ട്. അതായത് ബോറൊന്നും അടിക്കുന്നില്ല. ഞാൻ വേറെ ഒന്നും കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് ഒരു സൂപ്പർമാൻ പടം കാണുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അധികം എക്സ്പെക്ട് ചെയ്തില്ല, അതുകൊണ്ടായിരിക്കും അത്യാവശ്യം നല്ലവരെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഹെൻറി ക്യാവിൽ പോയതിൻ്റെ ആ ഒരു വിഷമം ഉണ്ടായിരുന്നു, അത് വലിയ കുഴപ്പമില്ല. ഈ പുള്ളിക്കാരൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഡേവിഡ് കൊറൻസ്വേറ്റും സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അങ്ങനെ ഒറിജിൻ സ്റ്റോറിക്ക് വേണ്ടിയിട്ട് അങ്ങനെ അധികം സമയം അവർ കളഞ്ഞിട്ടില്ല. എന്താണോ പ്ലോട്ടിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. പഴയ ക്യാരക്ടേഴ്സിനെ തന്നെ വീണ്ടും കാണിച്ച് അധികം സമയം കളഞ്ഞിട്ടില്ല. ഒരുപാട് ടൈം പോയതുപോലെ തോന്നിയില്ല, പെട്ടെന്ന് തന്നെ സിനിമ തീർന്നു. അധികം ഡ്യൂറേഷൻ ഇല്ലെന്ന് തോന്നുന്നു. കൊള്ളാം, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാം നോക്കുമ്പോൾ ആക്ഷൻ സീൻ 3D കൊള്ളാം, പൊളിയാണ്. പിന്നെ മ്യൂസിക് എല്ലാം വെച്ച് നോക്കുമ്പോൾ സൂപ്പർമാൻ ജെയിംസ് ഗണ്ണിന്റെ മൂവിയാണ്, സൂപ്പറാണ്. പഴയ സൂപ്പർമാൻ എത്ര ആ ലെവൽ വന്നിട്ടുണ്ടോ? പഴയ സൂപ്പർമാൻ്റെ ഇപ്പോൾ ഹെൻറി കാവിലിൻ്റെ ഒക്കെ ആ ലെവലിലാണെങ്കിൽ അത്രയ്ക്കായിട്ടില്ല. പക്ഷെ നമ്മുടെ മൈൻഡിൽ ആ ഒരു ഫിക്സഡ് ആയിട്ടുണ്ടല്ലോ, അത് അത്രയ്ക്കായിട്ടില്ല. പക്ഷേ പുതിയ സൂപ്പർമാനാണ്, കൊള്ളാം. എല്ലാ സിനിമയാണ്, സൂപ്പർമാൻ കൊള്ളാം. മറ്റേ പ്രീവിയസ് പാട്ട് വെച്ചൊക്കെ നോക്കുമ്പോൾ പഴയ സൂപ്പർമാൻ നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ, വേറെ ഡയറക്ടർ അല്ലേ. സോ ലൈക്ക് പക്ഷേ കളറ് കുറച്ച് നല്ല ബ്രൈറ്റ് പടമാണ്. മറ്റേതുപോലെ കുറച്ച് ഇതല്ല, അത്യാവശ്യം നല്ല ബ്രൈറ്റ് പടമാണ്. പിന്നെ കുറച്ച് കോമഡിയൊക്കെ ഉണ്ട്, പക്ഷെ സ്റ്റോറി നല്ലതാണ്. ഇമോഷൻസ് എങ്ങനെയുണ്ട്? കൺവേ ആവുന്നുണ്ട്. ഇറ്റ്സ് ഗുഡ് സ്റ്റോറി. വില്ലന്റെ ലൈക്ക് കാര്യങ്ങൾ കുറച്ചും കൂടെ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ്സ് പ്രിറ്റി ഗുഡ്.